വീഡിയോസ് ഇട്ടിട്ട് നിങ്ങൾ ഞാൻ കുറേ വെറുപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇനി ഞാൻ വെറുപ്പിക്കില്ല ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മുടെ PT തരുന്ന ഫെയർവെൽ ആയിരുന്നു. അപ്പോൾ ഫെയർവെല്ലിന് മുമ്പ് നമുക്ക് ഗ്രൂപ്പ് ഫോട്ടോ സെഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തരും മീൻസ് അല്ല, ഓരോ ക്ലാസ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് അനുസരിച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്നു വന്നിരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് കുറേ എടുത്ത് വെച്ചിരിക്കുന്ന വീഡിയോസൊക്കെയാണിത്. അവിടെ മാതിരി ഞാൻ ഇന്നത്തെ സമയത്ത് എൻ്റെ ഫോണിലെടുത്ത വീഡിയോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ ഫെയർവെല്ലൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ ഇടയ്ക്കൂടെ ഓരോരുത്തർമാർ എന്തൊക്കെയൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോട്ടെ, അത് കഴിഞ്ഞ് ഫെയർവെല്ലൊക്കെ കഴിഞ്ഞ് നല്ല ഫുഡൊക്കെ അടിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ മിസ്സിനൊരു ഗിഫ്റ്റ് കൊടുക്കണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിസ്സിനെ കാത്തിരിക്കുന്ന രംഗമാണ് ഇതൊക്കെ. അതിൻ്റെ ഇടയ്ക്കൂടെ നമ്മൾ ആമി കൊണ്ട് നല്ല പാട്ടൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആമി പാട്ട് പാടി തരാൻ ടൈമില്ലല്ലോ. അതുകൊണ്ട് ഇനിയിപ്പോൾ ലാസ്റ്റായിട്ട് നമുക്ക് നല്ലൊരു പാട്ടൊക്കെ കേൾക്കാൻ നമ്മൾ ആമി പാടി തരുന്നുണ്ട്. ആ പാട്ട് എനിക്ക് ഫുള്ളായിട്ട് ആഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ വ്ളോഗിന് ഒരു ലിമിറ്റ് ഉണ്ടായതുകൊണ്ട് എനിക്ക് കുറച്ച് വീഡിയോസും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യാനുള്ളതുകൊണ്ട് ഞാനൊന്നും ചെയ്തില്ല. അത് ആഡ് ചെയ്തിട്ടില്ല. അത് വേറൊരു വ്ളോഗായിട്ട് ഞാൻ ഇടാവേ. നമ്മുടെ മിസ്സ് വന്നു. മിസ്സ് വന്നിട്ട് ഞങ്ങൾ 2 കേക്ക് വാങ്ങിച്ചായിരുന്നു. കാരണം ക്ലാസ്സിൽ ഞങ്ങളൊരു ഫെയർവെല്ലായിട്ട് നടത്താത്തത് കൊണ്ട് നമ്മുടെ വേറൊരു കേക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ മിസ്സിൻ്റെ മോനും കൂടെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കേക്കൊക്കെ മുറിക്കുന്ന ചടങ്ങിലോട്ട് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ഫസ്റ്റ് ഇയർ തൊട്ട് സഹിച്ചതല്ലേ, അപ്പോൾ മാമിന് നമ്മൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ. അങ്ങനെ ഞങ്ങൾ 2 ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് പിന്നെ മാമിനെ പറ്റി പറയുവാണെങ്കിൽ മാം അടിപൊളിയാണ്. ശരിക്കും ഇത്രത്തോളം ഒരാൾക്ക് നമ്മളെ സഹിച്ചു കൂടെ നിൽക്കാൻ പറ്റുമോ എന്നറിയത്തില്ല. കാരണം ഞങ്ങൾ നല്ല അലമ്പ് സ്റ്റുഡൻസ് ആയിരുന്നു. അപ്പോൾ മാം നമ്മുടെ ഒരു നാക്കിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാം ഇപ്പം എന്നെ വിളിക്കുന്നത് വ്ളോഗറേ എന്നാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ വ്ളോഗറിനോട് പറ, അല്ല വ്ളോഗ് എടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരും. ആൻഡ് നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. മാമിനെ വിട്ട് പോകുന്നതിൽ നല്ല വിഷമമുണ്ട്. മിസ്സിന് ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ട് മിസ്സിനോട് പറഞ്ഞ് അപ്പം തന്നെ ഓപ്പൺ ചെയ്യണേ മിസ്, എന്നിട്ട് കാണുമ്പോൾ എക്സ്പ്രഷനൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ മിസ്സ് പറഞ്ഞതുപോലെ കറക്റ്റായിട്ട് എക്സ്പ്രഷൻസ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് ഇട്ടതല്ല ഗൈസ്. മിസ്സിന് നല്ല ഇഷ്ടപ്പെട്ട കളറാണെന്ന് പറഞ്ഞിട്ട് മിസ്സിന് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ട് മാത്രം ഉണ്ടായ എക്സ്പ്രഷനാണെന്ന് നമുക്കൊന്ന് കണ്ടാൽ മനസ്സിലാവില്ലേ. ഡ്രസ്സിന് പുറമെ നമ്മൾ ഒരു ഫ്രെയിമും കൂടെ കൊടുത്തായിരുന്നു. നമ്മുടെ എല്ലാവരുടെയും കൂടെ കാരിക്കേച്ചർ വെച്ചിട്ടൊരു ഫ്രെയിം. അതും മിസ്സിന് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് മിസ്സ് പോയി. പിന്നെ നമ്മൾ അവിടെ നിന്ന് കേക്ക് കഴിച്ചു. ഇത് ഇവിടെ ഇടലില്ലെന്ന് പറഞ്ഞിട്ട് മാത്രം ഞാൻ ഇടുന്ന ഒരു പാട്ടായിരിക്കും ഈ വ്ളോഗിൽ. പിന്നെ പിന്നെ അവിടെ കുറച്ച് നേരം പിരിച്ചിലൊക്കെ ആയിരുന്നു. എനിക്ക് മെയിനായിട്ട് പറയേണ്ടത് സുര. അവളാണ് എന്നെ കരയിപ്പിച്ചത്. അവളുടെ മുഖത്ത് നോക്കുമ്പോൾ തൊട്ട് എനിക്ക് കരച്ചിൽ വരിക. കാരണം ബാക്കിയുള്ളവന്മാരെയൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ കാണാം. പക്ഷേ സുരയോ വൈഷ്ണവിയോ ബാക്കിയുള്ളവരെയൊന്നും ഇനി അങ്ങനെ അധികം കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഇന്നത്തേക്ക് ഇത്ര ഉള്ളടാ. ഓക്കെ, ബൈ.